നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. പണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് പല പ്രോഗ്രാമിലും പാട്ടുകളൊക്കെ പാടുന്ന സമയത്ത്, അന്ന് സിനിമാ പാട്ടുകളില് സത്യം ശിവം സുന്ദരം, ആ സത്യം ശിവം സുന്ദരം, ഈശ്വര സത്യ है, सत्य ही शिवमयी है, शिव ही सुंदर है, സത്യം ശിവം സുന്ദരം. ഈ പാട്ടായിരുന്നു എന്റെ ഫേവറേറ്റ് പാട്ട്. അതുപോലെ ഉണരുമീ ഗാനം എന്നുള്ള പാട്ട് ഇപ്പോ ഒരുപാട് വർഷമായി ആ മേഖലയൊക്കെ വിട്ടത് കൊണ്ട് തന്നെ വെറുതെ ഒരു ടൈം പാസിന് പാടി എന്നുള്ളതും മാത്രമല്ല, ഈ ഒരു പാട്ടിന് ഇന്നത്തെ വിഷയമായിട്ട് ഒരുപാട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്തയുടെ ശകലം നിങ്ങളെ കേൾപ്പിക്കാം. ധന്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മാധ്യമ കൂട്ടിക്കൊടുപ്പ് അല്ലെങ്കിൽ ഒരു മാപ്ര ചേച്ചിയുണ്ട്. ആ മാപ്ര ചേച്ചി കോടിക്കണക്കിന് രൂപ കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. അത് എന്തിനാണെന്നറിയാമോ? കർണാടകയിൽ നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് ധർമ്മസ്ഥൽ എന്ന് പറയുന്ന ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ഇല്ലാത്ത പച്ചനുണകൾ, കൊലപാതക പരമ്പരകളൊക്കെ പടച്ചിറക്കിക്കൊണ്ട് ആ ക്ഷേത്രത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഇസ്ലാമിക കൊടും ഭീകര വർഗത്തിന്റെ അച്ചാരം വാങ്ങി നക്കിക്കൊണ്ട് മാധ്യമങ്ങളും മാപ്രകൾ എന്ന് വിളിക്കുന്ന കൂട്ടിക്കൊടുപ്പ് മാധ്യമങ്ങളും ജിഹാദികളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികൾ ഇന്ന് പച്ചയ്ക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാധ്യമത്തിനും ഇന്ന് മിണ്ടാട്ടമില്ല ധർമ്മസ്ഥലയിലെ കൂട്ട കൊലപാതകങ്ങളെ കുറിച്ച്. ആ ക്ഷേത്രത്തിന്റെ ഐശ്വര്യം, ആ ക്ഷേത്രത്തിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് നിലച്ചതോടുകൂടി ഇവർക്കൊക്കെ സന്തോഷമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ധന്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക കോടികൾ കൈപ്പറ്റി ഇതിനെതിരെ വാർത്ത, ഈ ക്ഷേത്രത്തിനെതിരെ വാർത്തകൾ കൊടുക്കാൻ എന്നുള്ള ആ വാർത്ത പുറത്തു വന്ന ഒരു ശകലം ഒന്ന് കേൾക്കാം നമുക്കത്. ധന്യ രാജേന്ദ്രന് 4 വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയത്. ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്ര ട്രസ്റ്റിനെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിന് പാരിതോഷികമായി ന്യൂസ് മിനിറ്റ് എഡിറ്റർ ധന്യ രാജേന്ദ്രന് 4 വിദേശ രാജ്യങ്ങളിൽ ഫണ്ട് ലഭിച്ചു. ന്യൂസ് മിനിറ്റ്, ന്യൂസ് ലൗണ്ടറി പോർട്ടൽ ജോഡി ഒക്ടോബർ 3, 4 തീയതികളിൽ ബാംഗ്ലൂരു ഇന്റർനാഷണൽ സെന്ററിൽ സംഘടിപ്പിക്കുന്ന ശില്പശാലയ്ക്കുള്ള സ്പോൺസർഷിപ്പ് എന്നുള്ള പേരിലാണ് ധന്യ രാജേന്ദ്രൻ വിദേശ ഫണ്ട് കൈപ്പറ്റിയത്. കാനഡ, നെതർലൻഡ്, സ്വിറ്റ്സർലൻഡ്, അയർലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഫണ്ട് എത്തിയിരിക്കുന്നത്. ധർമ്മസ്ഥല വ്യാജ വാർത്ത നിർമ്മിതിയിലെ വിദേശ ഫണ്ട് ഒഴുക്കലിനെ കുറിച്ച് ED അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിൽ വിദേശ ഫണ്ട് ന്യായീകരിക്കാനാണ് ശില്പശാല പെട്ടെന്ന് തട്ടിക്കൂട്ടിയത് എന്നും സൂചനകൾ ലഭിക്കുന്നുണ്ട്. 2023 കൊച്ചിയിൽ കട്ടിംഗ് സൗത്ത് വിഘടനവാദ സെമിനാറിന്റെ പേരിലും ന്യൂസ് മിനിറ്റ്, ന്യൂസ് ലൗണ്ടറി ജോഡി കാനഡയിൽ നിന്നും വിദേശ ഫണ്ട് ഒപ്പിച്ചിട്ടുണ്ട്. ധന്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ബംഗളൂരുവിൽ നടത്തുന്ന ശില്പശാല രാജ്യവിരുദ്ധ അജണ്ടയുടെ മാധ്യമ പ്രവർത്തകന്റെ സംഗമമായി തന്നെ. മദനി കേസിലെ സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിലെ UPA കേസ് പ്രതി ഷാഹിന, അഴിമുഖം പോർട്ടൽ ഉടമ ജോസി ജോസഫ് തുടങ്ങിയവർ ശരിതാക്കളുടെ പട്ടികയിലുണ്ട്. സിനിമയിലെ രാഷ്ട്രീയത്തെ കുറിച്ച് നടൻ പ്രകാശ് രാജ്, നടി പാർവതി തിരുവോത്ത് എന്നിവർ തമ്മിലുള്ള ചർച്ചയിൽ നടി റിമ കല്ലിങ്ങളുടെ നൃത്ത പരിപാടി ശില്പശാലയിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ 100 കണക്കിന് യുവതികളെ മാനഭംഗ കൊല നടത്തി കുഴിച്ചിട്ടു എന്നുള്ള വ്യാജ വാർത്തകളുടെ പ്രഭവ കേന്ദ്രം ന്യൂസ് മിനിറ്റ് എഡിറ്റർ ധന്യ രാജേന്ദ്രനാണ് എന്നുള്ള വെളിപ്പെടുത്തലുമായി ഓർഗനൈസറും ഓഫ് ഇന്ത്യ വാർത്താ പോർട്ടലും നേരത്തെ തന്നെ രംഗത്ത് വന്നതായിരുന്നു. ബംഗളൂരുവിലെ ന്യൂസ് മിനിറ്റ് പോർട്ടൽ ഉടമ ധന്യ രാജേന്ദ്രൻ പാലക്കാട് സ്വദേശിയാണ്. കൊച്ചിയിൽ 2023 നടന്ന വിവാദ കട്ടിംഗ് സൗത്ത് വിഘടനവാദ സെമിനാറിന്റെ സംഘാടകയിൽ തന്നെയായിരുന്നു ധന്യ രാജേന്ദ്രൻ. ന്യൂസ് മിനിറ്റ് ഉൾപ്പെടെ ധർമ്മസ്ഥല വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചെടുത്ത പോർട്ടലുകളുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ED അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഉടുപ്പി MP കോട്ട ശ്രീനിവാസ് പൂജാരി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. നോക്കൂ, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സത്യം ശിവം സുന്ദരം, സത്യഹി ശിവമയി ഹേ ശിവഹി സുന്ദർ ഹേ. ഈ പറയുന്ന ദൈവത്തിന്റെ ആ സത്യം എന്ന് പറയുന്നത് അത് ഏത് സമയമാണെങ്കിലും പുറത്തു വരും. ഈ നുണയുടെയും സത്യത്തിന്റെയും കഥ പറയുന്നത് എങ്ങനെയെന്ന് അറിയാമോ? സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റിയിട്ടുണ്ടായിരിക്കുമെന്നാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ആപ്തവാക്യം. പക്ഷെ ചെരുപ്പിട്ട് പതിയെ വരുന്ന സത്യമുണ്ടല്ലോ, ആ സത്യം ആത്യന്തികമായി ഒരു നാൾ ധർമ്മം സ്ഥാപിക്കുക തന്നെ ചെയ്യും. അത്തരത്തിൽ തന്നെയാണ് കർണാടകയിലെ ധർമ്മസ്ഥല ക്ഷേത്രം. ആ ക്ഷേത്രം തകർക്കാൻ വേണ്ടി ജിഹാദികൾ കൂട്ടത്തോടെ നടത്തിയ ആസൂത്രണം ഒന്നൊന്നായി പൊളിഞ്ഞിരിക്കുന്നത്. ധർമ്മത്തിന് മുൻപിൽ ഒരിക്കലും ഈ അധർമ്മികൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് ആദ്യം ഒന്ന് ഉദ്ധരിച്ചത്. നോക്കൂ, ഈ ധന്യ രാജേന്ദ്രൻ കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്ന വിവാദപരമായിട്ടുള്ള പരിപാടി, അതായത് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും കർണാടകയും ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു സ്റ്റേറ്റ് രൂപീകരിക്കുക
എന്നിട്ട് അതിന് ഇസ്ലാമിക ജിഹാദികൾ പുളകിതരായിക്കൊണ്ട് അതല്ലെങ്കിൽ പുളച്ചു മറിയുന്ന രീതിയിലേക്ക് ഒരു രാജ്യമാക്കി മാറ്റുക, അതല്ലെങ്കിൽ കാശ്മീർ എങ്ങനെയായിരുന്നോ ആർട്ടിക്കിൾ 370 എടുത്ത് കളയുന്നതിന് മുൻപ് അത്തരത്തിൽ ഈ കാശ്മീരിനെ ആക്കി മാറ്റിയ പോലെ തന്നെ ഇവിടെ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും കർണാടകയുടെ ഒരു ഭാഗം കട്ട് ചെയ്ത് പുതിയൊരു സംസ്ഥാനമാക്കി അത് ഈ ജിഹാദികൾക്ക് അങ്ങോട്ട് വീതിച്ചു നൽകുക, എന്നിട്ട് അതിനെ ഒരു രാജ്യം വിഭജിക്കുക, രാജ്യത്തെ വീണ്ടും വീണ്ടും വെട്ടിമുറിക്കുക എന്നത് ഇസ്ലാമിക ജിഹാദികളുടെ ഒരു അജണ്ട തന്നെയാണ്. ഏതായാലും അതിന് നേതൃത്വം കൊടുത്തവളായിരുന്നു ഈ ധന്യ രാജേന്ദ്രൻ. അതിന്റെ അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെയാണ് കർണാടകയിലെ ഈ ധർമ്മസ്ഥലം എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിനെതിരെയും ഈ ധന്യ രാജേന്ദ്രൻ 4 കോടിക്ക് മുകളിൽ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന രീതി വരുന്നത്. അത് ഈ ED അന്വേഷണം തുടങ്ങിയതോടുകൂടി ഈ സ്ത്രീ അവിടെ ഒരു പുതിയ എന്തൊരു സംഭവ പരിപാടി സംഘടിപ്പിക്കുന്നതിലേക്ക് വന്ന ഫണ്ടാണെന്ന് കാണിച്ചിട്ടുണ്ട്. എന്തായാലും കാനഡയിൽ നിന്ന് വന്ന ഫണ്ട് എന്തിനായിരിക്കുമെന്ന് അന്നം കഴിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. എന്തായാലും രാജ്യദ്രോഹികൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത രീതിയിലുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ എടുക്കുന്നത് കൊണ്ട് നമ്മൾക്കൊക്കെ ധൈര്യമായിട്ടിരിക്കാം. അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന കൊടും ഭീകരവർഗത്തെ 2 ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് പുലർച്ചെ എല്ലാത്തിനെയും തീഹാറിൽ കൊണ്ട് അടച്ചതിന് ശേഷമായിരുന്നു നമ്മളെല്ലാവരും ആ വിവരം പോലും അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിന്റെ മുക്കിലും മൂലയിലും ഈ കേരളം കേരളമാണ്, ജിഹാദികളുടെ കേരളമാണ്, ഒക്കെ ആയിക്കോട്ടെ, എന്നിരുന്നാലും കേന്ദ്രത്തിന്റെ ആ ഒരു തൃക്കണ്ണ്, ഭഗവാന്റെ ആ തൃക്കണ്ണ് ഉണ്ട് എന്നുള്ളത് തന്നെ മാത്രമാണ് നമ്മൾക്കുള്ള ഏക ആശ്വാസം. കാരണം കേരളത്തിന്റെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ആശ്വാസം നൽകേണ്ട ഭരണകൂടമായാലും പോലീസായാലും ഇന്ന് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഓരോ മണിക്കൂറിലും വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇനി മറ്റൊരു വാർത്ത ഇതോടൊപ്പം കൂട്ടിയിണക്കി പറയേണ്ടതുണ്ട്. അത് കഴിഞ്ഞ മണിക്കൂറിൽ അംബിക JK എന്ന് പറയുന്ന ഡൽഹിയിലുള്ള നമ്മുടെ എല്ലാവരും സംഘ സഹോദരി, ആ സഹോദരി ഇട്ട എക്സിലും അതുപോലെ ഫേസ്ബുക്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അവർ എക്സിൽ പങ്കുവെച്ച ഒരു പോസ്റ്റാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്നൊരു ആ ഒരു ചിന്ത എനിക്കുണ്ടായത്. മറ്റൊന്നുമല്ല, നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മനാഫ് കാക്ക. എന്താണ് മനാഫ് കാക്കയുടെ പ്രത്യേകത? ഏകദേശം ഒരു വർഷം മുൻപ് ഈ പറയുന്ന കർണാടകയിൽ തന്നെ ഷിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലോറി അപകടത്തിൽപ്പെടുന്നു. മണ്ണ് കുത്തിയൊഴുകി ആകെ ഒരു മല ഇടിഞ്ഞു വരുന്ന ആ മണ്ണിടിച്ചിൽ പെട്ടുകൊണ്ട് ഒരു ലോറി പെടുന്നു. ആ ലോറിക്കുള്ളിൽ മലയാളി ആയിട്ടുള്ള അർജുൻ എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ പെട്ടു. എന്നിട്ടോ ഈ ഒരുപാട് ദിവസങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ഈ ലോറി ഉടമ എന്ന് പറയുന്ന മനാഫ് എന്ന് പറയുന്ന സുഡാപ്പി, മദ്രസ പൊട്ടൻ, ഡാഷ് മോൻ, അതല്ലെങ്കിൽ പിഗ് മോൻ എന്നൊക്കെ പച്ചയ്ക്ക് വിളിക്കേണ്ടതുണ്ട്. ഈ പിഗ് മോൻ ഈ കർണാടക പോലീസിന്റെ അന്വേഷണത്തെ പോലും വഴിതിരിച്ചു വിട്ടുകൊണ്ട് ആഴ്ചകളോളം ആ മണ്ണ് മാന്തിപ്പിച്ചു. എന്നിട്ടോ അന്നേ പോലീസ് ആദ്യമേ പറഞ്ഞു വെള്ളത്തിലായിരിക്കും, പുഴയിലായിരിക്കും, ഷിരൂർ പുഴയിലായിരിക്കും ഉണ്ടാവുക, അതുകൊണ്ട് അതിൽ നോക്കാം എന്ന് പറഞ്ഞപ്പോൾ വെള്ളത്തിലല്ല ഇവിടെ തന്നെയാണെന്നും പറഞ്ഞ് അവന്റെ ചന്ദ്രനെ പൊളർത്തിയ ആ മദ്രസ പൊട്ടൻ ബുദ്ധി വെച്ചുകൊണ്ട് ഒരുപാട് ദിവസങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വഴിപിഴപ്പിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് ഏറ്റവും കൂടുതൽ ഈ മനാഫിനെതിരെ വാർത്ത ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. എനിക്കെതിരെയൊക്കെ ഈ മദ്രസ പൊട്ടൻ എന്തൊക്കെ കേസ് കൊടുക്കും, മറ്റേ കൊടുക്കും, തേങ്ങ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഞെട്ടിച്ച് നടന്നിരുന്ന എടാ ഊളെ, നിന്നെ അന്നേ അറിയാമായിരുന്നു നമ്മൾക്ക്. അന്ന് ഈ മനാഫിനെതിരെ കൃത്യമായിട്ടും വാർത്തകൾ ചെയ്ത സമയത്ത് എന്നെ ഒരുപാട് തെറി വിളിച്ച മാന്യ വ്യക്തികളോട് ഇന്നെനിക്ക് ചോദിക്കാനുള്ളത്, എന്തായി നിങ്ങളുടെ മാന്യ നന്മമരം മനാഫിന്റെ അവസ്ഥ? മനാഫ് ഉഡായിപ്പാണെന്ന് അവസാനം അർജുന്റെ സഹോദരന്മാരും സഹോദരിമാരും ഭാര്യയും അമ്മയും അടക്കമുള്ളവർ പുറത്തു വന്ന് പറഞ്ഞു. പിന്നെയോ ഇന്ന് കൃത്യമായിട്ട് മനാഫ് എന്ന് പറയുന്ന ആ ശുദ്ധ ചെറ്റ ഈ ധർമ്മസ്ഥൽ, കർണാടകയിലെ ധർമ്മസ്ഥൽ എന്ന് പറയുന്ന ആ ക്ഷേത്രത്തിന് പിന്നിൽ തകർക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്ന രീതിയിൽ തന്നെ പച്ച നുണകൾ അയാളുടെ യൂട്യൂബ് ചാനൽ എങ്ങനെ ഉണ്ടായത്? ഈ അർജുൻ എന്ന് പറയുന്ന പാവത്തിന്റെ ജീവന്റെ വിലയാണ് ഇവന്റെ യൂട്യൂബ് ചാനൽ. കാരണം ഇവന് യൂട്യൂബ് ചാനൽ റേറ്റിംഗിന് വേണ്ടിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വഴിതെറ്റിച്ച് ഒരുപാട് ദിവസം ഈ തിരച്ചിൽ നീട്ടിക്കൊണ്ടുപോവുക, അതിലൂടെ ഒരു യൂട്യൂബ് ചാനൽ വളർത്തിയെടുക്കുക, അതിന്റെ ഡെയിലി അപ്ഡേഷൻ അതിലൂടെ ലോറി ഉടമ മനാഫ് എന്ന പേരിൽ ആ ചെറ്റ ഒരു യൂട്യൂബ് ചാനലിലൂടെ പബ്ലിഷ് ചെയ്തതോടുകൂടി അവന് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് വന്നു, ഇസ്ലാമിക ജിഹാദികളുടേത്. പിന്നെയോ ഒരന്തവും കുന്തവും ഇല്ലാത്ത കുറെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവനെ സപ്പോർട്ട് ചെയ്തു. ഇന്ന് ആ നാറി ചെയ്ത ചെറ്റത്തരമൊക്കെ അറിഞ്ഞില്ലേ നിങ്ങൾ? ആ നാറി കർണാടക പോലീസിൽ പോയി കൊടുത്ത മൊഴി എന്തെന്നറിയാമോ? എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ അടിസ്ഥാനപരമായിട്ട് തെളിവില്ലാത്ത വിവരങ്ങളാണ് ഞാൻ പങ്കുവെച്ചത്, അതിന് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് മൊഴി കൊടുത്തു വന്നിരിക്കണം ആ നാറി എന്നിട്ട് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെ ഒക്കെ പ്രചരിപ്പിച്ചെന്നറിയാമോ? എനിക്കൊരു പ്രശ്നമില്ല, എന്നെ അറസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ മൊഴി കൊടുത്തു, ഇതോടുകൂടി ഞാൻ ഇതിന് പിറകിലുള്ള കാര്യങ്ങൾ ഇനിയും ഇതാക്കും എന്നൊക്കെ വലിയ വായിൽ സംസാരിക്കുക ചെയ്ത. പക്ഷെ
പക്ഷേ ഇവന്റെ മൊഴി പുറത്തു വന്നിട്ടുണ്ട്. നിരുപാധിക ക്ഷമ ചോദിച്ച് ഈ നാറി ഈ ഹിന്ദു ക്ഷേത്രം തകർക്കാൻ വേണ്ടി ചെറ്റ കാണിച്ച ആ ചെറ്റത്തരങ്ങൾക്ക് അവിടെ മാപ്പ് പറഞ്ഞു വരികയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ വിവരം കൂടി അറിയേണ്ടതുണ്ട്. കാരണം ഇവനെയൊന്നും മനുഷ്യഗണത്തിൽ പെടുത്താൻ പാടില്ല. കാരണം സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ജനവിഭാഗങ്ങളെ തമ്മിൽ തല്ലിക്കുക, അത് കേരളത്തിൽ പോരാഞ്ഞ് കർണാടകയിൽ പോയിക്കൊണ്ട് ഈ ചെറ്റത്തരം കാണിക്കുമ്പോൾ അതിനെ ചെറ്റത്തരമാണ് ചെറ്റേ എന്നല്ലാതെ മറ്റൊരു ഭാഷയും എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ചെറ്റയുടെ മുഖത്തൊന്ന് നമ്മൾക്കൊന്ന് കിട്ടിയാൽ 4 എണ്ണം തിരിച്ചു കൊടുക്കണമെന്ന സിസ്റ്റത്തോടു കൂടി ഇനി മുന്നോട്ട് പോയാല് ഇവിടെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും നിലനിൽപ്പുള്ളൂ എന്നത് യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കിക്കൊള്ളുക. അത്തരത്തിൽ അംബിക JK എന്ന് പറയുന്ന നമ്മുടെ സഹോദരി കൃത്യമായിട്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ അർജുൻ എന്ന് പറയുന്ന ആ ലോറി ഡ്രൈവർ ആയിട്ടുള്ള നമ്മുടെ സഹോദരൻ, അദ്ദേഹം ഷിരൂരിൽ ആ മണ്ണിടിച്ചിലിൽ കൊല്ലപ്പെട്ടു. അതിന്റെ പുനരന്വേഷണം വേണം. അതിന് പിറകിൽ ഈ ശുദ്ധ വൃത്തികെട്ടവൻ, ഈ സുഡാപ്പി മദ്രസ പൊട്ടൻ മനാഫ് എന്തെങ്കിലും തെമ്മാടിത്തരം കാട്ടിയിട്ടുണ്ടോ എന്ന വലിയൊരു ചോദ്യമാണ് അവർ ഉയർത്തിയിട്ടുള്ളത്. എന്തായാലും മനാഫ് എന്ന് പറയുന്ന ഈ നാറി ഈ കർണാടക ഒരു ക്ഷേത്രം തകർക്കാൻ വേണ്ടി ഗൂഢ ഉദ്ദേശത്തോടു കൂടി ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അതല്ല അതിന്റെ അപ്പുറം ചെയ്യുമെന്നുള്ളത് അംബിക JK സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അർജുന്റെ മരണവുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു പുനരന്വേഷണം വരേണ്ടതുണ്ട്. എന്നിട്ട് ഈ മനാഫ് അവന്റെ യൂട്യൂബ് ചാനലിലൂടെ കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞ ഏതോ ഒരാള് കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇവൻ പറയാണ്, ഞാൻ പറഞ്ഞതെല്ലാം അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സമ്മതിച്ചു, ഞാനാണ് ശരി എന്നൊക്കെ പറഞ്ഞ നാറി പച്ച നുണ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നടന്നത് ഇതാണ് കാര്യം മക്കളെ. ഇവൻ അവിടെ പോയിട്ട് ആ പോലീസിന് മുൻപിൽ മൊഴി കൊടുത്ത് മുട്ടുപിറച്ച് മുള്ളി ഈ നാറി തൂറി അവിടെ വിരകി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അവസാനം എല്ലാം കഴിഞ്ഞ് മാപ്പും പറഞ്ഞ് കാലും കൈയും പിടിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ കർണാടക പോലീസ് ഇവനെ വെറുതെ വിടില്ല. കാരണം ഇവൻ ഇതിനു മുൻപ് ഈ ഷിരൂരിൽ കാട്ടിക്കൂട്ടിയ തെണ്ടിത്തരങ്ങൾ, തെമ്മാടിത്തരങ്ങൾ കർണാടക സർക്കാരിനെ പോലും നാശോന്മുഖമാക്കുന്ന രീതിയിൽ, അപകീർത്തികരമാക്കുന്ന രീതിയിൽ അവിടെ കാട്ടിക്കൂട്ടിയത് ഈ അർജുൻ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. അതിന്റെ പക എന്തായാലും പോലീസ് ഇവനെ വെറുതെ വിടില്ല. ഇവൻ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രം തകർക്കാൻ വേണ്ടി ഇല്ലാത്ത പച്ച നുണകൾ, പച്ച കൊലപാതക പരമ്പരകൾ അവിടെ കുഴിക്കും ഇവിടെ കുഴിക്കെന്നും പറഞ്ഞ് മുന്നിട്ട് നൽകി അവന്റെ യൂട്യൂബ് ചാനൽ റേറ്റ് കൂട്ടാൻ വേണ്ടി അർജുനോടെ എങ്ങനെയാണോ ചെയ്തത് അതിന്റെ ഇരട്ടിയിൽ ഹിന്ദു സമൂഹത്തോട് ഒന്നടങ്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ വിടുന്ന സർക്കാർ അല്ല കർണാടക സർക്കാർ എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടതുണ്ട്. എന്തായാലും അവിടുത്തെ BJP സർക്കാരിലല്ല, അല്ലാത്തത് കൊണ്ട് BJP രക്ഷപ്പെട്ടു എന്നാണ് പറയേണ്ടത്. അല്ലാതെ നമ്മൾക്കറിയാം ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സമയത്ത് അവിടെ ഭരിക്കുന്ന BJP സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ തന്നെ ഇവിടുത്തെ BJP നേതാക്കന്മാരും എല്ലാവരും പെട്ടത് നമ്മൾക്കറിയാം. അതുകൊണ്ട് കർണാടക ഭരിക്കുന്നത് BJP ആയിരുന്നെങ്കിൽ സത്യത്തിൽ ധർമ്മസ്ഥലയിലെ ആ കൊലപാതക പരമ്പര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2-3 വർഷം ഇവിടുത്തെ BJP നേതാക്കന്മാരെയും BJP-കാരെയും RSS-കാരെയും ഒക്കെ പച്ചയ്ക്ക് തിന്നുമായിരുന്നു. ഇവിടുത്തെ കൂട്ടിക്കൊടുപ്പ്, വേശ്യ, നാറി മാധ്യമങ്ങൾ, രാജ്യദ്രോഹി മാധ്യമങ്ങൾ, ഇതുപോലെ മനാഫിനെ പോലെയുള്ള രാജ്യദ്രോഹി ചെറ്റകൾ എന്ന് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. ഈ രാത്രിയിൽ ഇത് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് യാതൊരു മടിയും ഇല്ല. കാരണം ഇത്തരത്തിലുള്ള സുഡാപ്പികളെ വിളിക്കേണ്ട ഭാഷ ഇത് തന്നെയാണ്. അല്ലാതെ എടാ സുഡാപ്പിക്ക, മാന്, മനാഫിക്ക, ഇക്കോ, കാക്കോ എന്നും പറഞ്ഞ് അവന്റെ ആസനം താങ്ങിക്കൊണ്ട് അവൻ ഛർദിലും അതല്ലെങ്കിൽ അവൻ വമിപ്പിക്കുന്ന അമേധ്യവും നക്കി നടക്കുന്ന കുറെ എണ്ണം ഉണ്ടായിരിക്കാം. അക്കൂട്ടത്തിൽ എന്തായാലും എന്നെ കിട്ടില്ല. അക്കൂട്ടത്തിൽ മോന്തി നക്കുന്ന ആളുകൾ പോയി നക്കുക. എന്തായാലും ഇതേ വിഷയം, ഈ മനാഫിന്റെ വിഷയം ഞാൻ ഒരുപാട് ഉച്ചത്തിൽ പറഞ്ഞ സമയത്ത് എന്നെ തെറി വിളിച്ച കുറെ എണ്ണം ഉണ്ടായിരുന്നല്ലോ. അത് നമ്മുടെ സഹോദരങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി മറ്റൊരു വിഷയം കൂടി കണക്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ സഞ്ജീവ് വാര്യരുണ്ടല്ലോ, ചന്ദീപ് വാരിയേറുകാരൻ, അവൻ തൂറിയ തീട്ടമെടുത്ത് വാരി വലിച്ച് എറിഞ്ഞ ഒരു വാരിയേറുകാരൻ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ BJP-യിൽ. ഇവിടെ നിന്ന് സീറ്റ് കിട്ടാത്തതിന്റെ പകയിൽ അപ്പുറത്തോട്ട് ചാടി RSS-നെയും BJP-യെയും എന്തിനേറെ അവന്റെ പിതൃത്വത്തെ പോയും തള്ളി പറയുന്ന രീതിയിൽ ചെറ്റത്തരം വിളിച്ച് പറഞ്ഞ ചന്ദീപ് വാരിയേറുകാരൻ ഉണ്ടായിരുന്നല്ലോ. ഈ വാരിയേറുകാരന്റെ തൃശ്ശൂരിൽ നിന്ന് അടി കിട്ടിയ വിഷയമടക്കം പച്ചയ്ക്ക് ഞാൻ പറഞ്ഞ സമയത്ത് നമ്മുടെ ചാനലിൽ കൃത്യമായി തെളിവ് സഹിതം അത് ഉദ്ധരിച്ച സമയത്ത് അന്നും കുറെ എണ്ണം തെറി വിളിക്കാനുണ്ടായിരുന്നു. ഇന്ന് എന്തേ സംഭവിച്ചത്? അവിടെയാണ് സത്യം ശിവം സുന്ദരം ഈശ്വർ സത്യഹേ സത്യഹി ശിവമയി ഹേ ശിവഹി സുന്ദർ ഹേ എന്ന് പറയുന്ന ആ പാട്ടിലെ വരികൾ ഞാൻ ഇവിടെ ഉദ്ധരിച്ചത്. എന്തായാലും കർണാടകയിൽ നിന്ന് വരുന്ന വാർത്തകൾ പ്രകാരം അവിടെ ഈ പറയുന്ന ധർമ്മസ്ഥലയിൽ ഹിന്ദു ക്ഷേത്രം തകർക്കുക വഴി ഇവർ ലക്ഷ്യമിട്ടത് വലിയ വലിയ ലക്ഷ്യങ്ങൾ തന്നെയാണ്. അതിന്റെ പിന്തുടർച്ചയായിട്ട് തന്നെ വേണം മാടായിപ്പാറ എന്ന് പറയുന്ന കണ്ണൂരിലെ ക്ഷേത്രഭൂമിയിൽ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന കൊടും തീവ്രവാദികളുടെ വിദ്യാർത്ഥിനികൾ, സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പർദ്ദയിട്ട്
അപ്പിത്തുണിയിട്ട, ജാമിദ ടീച്ചറുടെ വാക്കിൽ പറയുകയാണെങ്കിൽ അപ്പിത്തുണിയിട്ട കുറെ എണ്ണം പാലസ്തീന് വേണ്ടി ഇംഗ്ലീഷിലൊക്കെ മുദ്രാവാക്യം വിളിച്ച് നാഷണൽ ചാനലുകളിലൊക്കെ വരട്ടെ, അതല്ലെങ്കിൽ ഇന്റർനാഷണൽ ചാനലുകളിലൊക്കെ വരട്ടെ എന്ന രീതിയിൽ തന്നെ അവിടെ ക്ഷേത്രഭൂമിയിലൂടെ ഇതേപോലെ ചെറ്റത്തരം കാണിച്ച് നമ്മൾ എല്ലാവരും കണ്ടതല്ലേ ഹിന്ദുക്കളെ. എന്തിനാണ് അവർ ക്ഷേത്രഭൂമി തെരഞ്ഞെടുത്തത്? അത് തന്നെയാണ് അവിടെ വലിയ ലക്ഷ്യം. ഇവിടെ ക്ഷേത്രഭൂമിയായാലും അതല്ലെങ്കിൽ ഹിന്ദുവിന്റെ വീടായാലും ഏത് രീതിയിലായാലും അവരെ നശിപ്പിക്കാനും അവരെ ദ്രോഹിക്കാനും ഇത് ഇന്നും നിലയും തുടങ്ങിയതല്ലല്ലോ ഇവറ്റകൾ. അതുകൊണ്ട് എത്ര കൊണ്ടാലും പഠിക്കാത്ത കാക്കകളാണ്, കൊക്കുകളാണ് നിങ്ങൾ. കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയുമെന്നല്ലേ. അതുകൊണ്ട് ഇവിടെ ധർമ്മം പുനഃസ്ഥാപിക്കാൻ നരേന്ദ്രമോദിജി അടക്കമുള്ള BJP അടക്കമുള്ള RSS അടക്കമുള്ള പോരാളികൾ ഉള്ളത് കൊണ്ട് ഇവിടെ RSSനെയും BJPയെയും കുറ്റം പറയുന്ന ക്രിസ്ത്യാനികളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും നിങ്ങൾക്കൊക്കെ സംരക്ഷണം ഉണ്ട് എന്ന് ഉറപ്പുവരുത്താം. അല്ലാതെ ഒരെണ്ണവും നിന്നെ ഒന്നും സംരക്ഷിക്കില്ല. കാരണം ഇവിടെ ആജീവനാന്ത പ്രധാന മന്ത്രിയായി നടക്കുന്ന ഒരു ഡാഷ്മോൻ ഉണ്ടല്ലോ. ആ ഡാഷ്മോന്റെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട് എന്നുള്ള വിവരമൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നിരുന്നല്ലോ. പല രീതിയിൽ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി തള്ളയും മക്കളും ശ്രമിച്ചുകൊണ്ടിരുന്നത് 6.5 പതിറ്റാണ്ട് ഈ രാജ്യത്തെ കട്ടുപിടിച്ച ആ കുടുംബാധിപത്യത്തിന്റെ ഇരയായി മാറിയ നമ്മുടെ രാജ്യം ഇന്ന് പുരോഗതിയിലേക്ക് ലോകത്ത് നമ്പർ 1 ആയി കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് തുരങ്കം വെക്കാൻ വേണ്ടി നടക്കുന്ന ആ തള്ളയ്ക്കും മക്കൾക്കും പിറകിലുള്ള ലോക ശത്രു രാജ്യങ്ങളുടെ അച്ചാരം നക്കിക്കൊണ്ട് ഈ നാടിന് ഒറ്റുകൊടുക്കുന്ന ഒരു നാറിക്കും എന്നിൽ നിന്ന് ഒരിക്കലും ഒരു ദയയും പ്രതീക്ഷിക്കേണ്ട. ഇതേ രീതിയിൽ തന്നെ ഇതേ ഭാഷയിൽ തന്നെ ഇവറ്റകളെയൊക്കെ പച്ചയ്ക്ക് ഇങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു സമാധാനം കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഏതൊരു കാലത്തും ഭാരതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ധർമ്മത്തിന് ച്യുതി സംഭവിക്കുമ്പോൾ ഇവിടെ ധർമ്മം പരിപാലിക്കാൻ, ധർമ്മം പുനഃസ്ഥാപിക്കാൻ ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു പോയ ഭഗവാൻ കൃഷ്ണൻ അതല്ലെങ്കിൽ അർജുനനോടും ഭഗവാൻ പറഞ്ഞു ആ വാക്കുകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നരേന്ദ്രമോദിജിയുടെ ആയാലും അമിത്ഷാജിയുടെ ആയാലും യോഗിജിയുടെ ആയാലും ഏത് രൂപത്തിലും ഇവിടെ വന്ന് പുനഃസ്ഥാപിക്കാനുള്ളത് മാത്രമാണ്. നമ്മുടെയൊക്കെ സുഖകരമായിട്ടുള്ള ഓരോ ആളുകളുടെയും ഉറക്കത്തിനും ജീവിതത്തിനും സുരക്ഷ എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ ഇവിടെ 4 അണ കിട്ടിക്കഴിഞ്ഞാൽ അത് നക്കിയെടുത്തുകൊണ്ട് രാജ്യത്തെ ഒറ്റുന്ന കമ്മ്യൂണിസ്റ്റുകളായാലും കോൺഗ്രസ്സുകാരായാലും അവരെ നമ്പിക്കൊണ്ട് ജീവിക്കുന്ന ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ നീയൊക്കെ മനസ്സിലാക്കിക്കൊള്ളുക. കഴിഞ്ഞ 6.5 പതിറ്റാണ്ട് സ്വാതന്ത്ര്യാനന്തര ലബ്ധിക്ക് ശേഷം, സ്വാതന്ത്ര്യത്തിന് ശേഷമാണെങ്കിലും അതിനു മുൻപാണെങ്കിലും എന്തായിരുന്നു അവർ ഇവിടെ കാട്ടിക്കൂട്ടിയത് എന്നുള്ളത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അതുകൊണ്ട് നീയൊക്കെ BJPയെയും RSSനെയും ഹിന്ദുത്വ സംഘടനകളെയും ഒക്കെ ചാണകമെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ. എന്നിരുന്നാലും നിനക്കൊക്കെ സുഖമായിട്ട് ഇവിടെ ജീവിക്കാനുള്ള അവസരം ഒരുക്കുന്ന അവരെ നീ എന്തും ചെയ്തോ. കാരണം അവർക്ക് നീയല്ല വലുത്. ഈ രാജ്യമാണ് എന്റെ പെറ്റ രാജ്യമാണ്, എന്റെ മാതൃരാജ്യമുള്ള ഭാരതമാണ് വലുത്. അവിടെ ജീവിക്കുന്ന നിന്റെയൊക്കെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുന്നത് ആ BJP RSS നിന്റെയൊന്നും ഒരു വോട്ട് കിട്ടിയിട്ടുമല്ല. അൽഖോരള നാറികളെ മലയോളികളെ എന്ന് കൂട്ടിച്ചേർക്കട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.